നമ്മളെപ്പോഴും കടങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളൊന്നും മനസ്സിലാക്കുക, ഈ കടങ്ങൾ എങ്ങനെയാണ് വന്നത്, ഈ കടങ്ങളെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കടത്തിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. കാരണം നമ്മുടെ ബോഡി ഒന്ന് നോക്കുക, നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്സുകളുണ്ട്. ഇതുപോലെ തന്നെയാണ് കടം എന്ന് പറയുന്നതും. ഈ കടത്തിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരുപാട് സോഴ്സസ് ഉണ്ട്. നമുക്കിതെങ്ങനെയാണ് കടം തീർക്കേണ്ടത്, നമുക്ക് എന്തൊക്കെ സ്കിൽസുകൾ വേണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മോർ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളത്, ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുക. നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഈ ആശയങ്ങളിൽ കൂടെയാണ് നമുക്കൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന കടങ്ങൾ നല്ല കടമാണോ അത് മോശക്കടമാണോ, അതായത് ഗുഡ് ഡെപ്റ്റ് ആൻഡ് ബാഡ് ഡെപ്റ്റ് എന്നുണ്ട്. ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതുക. നിങ്ങളിപ്പം ഒരു കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീട് വെച്ചതിൻ്റെയോ ഇങ്ങനെയുള്ള കടങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഗുഡ് ഡെപ്റ്റ് ആയിട്ട് പറയും. ഇപ്പോൾ ഒരു ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപാട് ക്രെഡിറ്റ് കാർഡുകൾ എടുത്തിട്ടുണ്ടായിരിക്കാം, അൺനെസസറി ആയിട്ട് നിങ്ങൾ ഒരുപാട് ആർഭാടമായിട്ടുള്ള ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു ലൈഫ് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുമായിരിക്കും, നമുക്ക് ഒരുപാട് ബാഡ് ആയിട്ടുള്ള ഡെപ്റ്റുകളായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ ഗുഡ് ഡെപ്റ്റുകളാണെങ്കിൽ നമുക്ക് തിരിച്ചെന്തായാലും കിട്ടും. കാരണം കുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിൽ നമ്മൾ കുട്ടികളെ അവരുടെ എഡ്യൂക്കേഷൻ കഴിയുമ്പോൾ അവർക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പം ആ ഒരു ഡെപ്റ്റ് അല്ലെങ്കിൽ അത് അടയ്ക്കാനുള്ള ഒരു റീപേയ്മെൻറ്റ് നമുക്ക് കിട്ടിത്തുടങ്ങും. ഇപ്പം വീടാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ 2 നില വീടാണെന്നുണ്ടെങ്കിൽ ഒരു നില നിങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കുകയോ ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഒരു റീപേയ്മെൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പം നല്ല ഡെപ്റ്റുകളെ തിരിച്ചറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, മോശം ഡെപ്റ്റുകളെ നമുക്ക് കവർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രോബ്ലംസിനെ നമുക്ക് തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുകൂടാതെ നിങ്ങളിത് എങ്ങനെയാണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. സോ ക്ലാരിറ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാരിറ്റി കിട്ടുന്നതിനും കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.